സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാഡമി. ഗോൾ അടിച്ചാലും ഗോൾ വഴങ്ങിയാലും സ്പെയിൻ ഒരേ കളിയേ കളിക്കുള്ളൂ. ബാഴ്സ പ്രസിഡന്റ് ലാപ്പോർട്ട കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് സ്പെയിൻ തന്നെ ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, റഫറി കളിച്ചില്ലെങ്കിൽ. എക്സൈറ്റഡ് ആയ ഒരു ഫൈനലിനാണ്. ഏത് രീതിയിലുള്ള തന്ത്രങ്ങളായിരിക്കും ലാഫിയോന്റെയും സ്കലോണിയും ഇറക്കുക എന്നുള്ളൊരു അധികം അർജന്റീന ആരാധകരൊന്നും അധികം പറയാത്തൊരു ലോകകപ്പാണ് അർജന്റീന 78 ലോകം. അവസാന നിമിഷങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുന്നൊരു പതിവുണ്ടല്ലോ അർജന്റീനയ്ക്ക്. അത് സ്പെയിനെതിരെ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ മെസ്സിയെ പോലുള്ളൊരു താരത്തിന് പ്രത്യേകിച്ച് കോച്ചിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കൃത്യമായിട്ടും ആ കളിക്കാരനോടുള്ള ഒരു ആരാധന എപ്പോഴും സ്കലോണി പറയാറുണ്ട്. ഒരു 10-20 വർഷത്തോളം ഒരേ ക്വാളിറ്റിയിൽ കളിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അത് പെലക്ക് കഴിഞ്ഞിട്ടില്ല, മറഡോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അത് മെസ്സിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഫൈനലിൽ അർജന്റീന ജയിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് പ്രാകുന്നതാണ്. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഒരൊറ്റ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ലോകകപ്പിൻ്റെ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച നടക്കാൻ പോകുന്നു. അർജന്റീന വേഴ്സസ് സ്പെയിൻ. ഒരു പ്രവചനത്തിനൊന്നും നമ്മൾ മുതിരുന്നില്ല ഈ ടാക്ടിക്സിൽ. മറിച്ച് ഇതുവരെ അർജന്റീനയും സ്പെയിനും കളിച്ച കളി ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണ്. അതിൽ ആര് മുൻതൂക്കം നേടുമെന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കാരണം ഒരു ഭാഗത്ത് അർജന്റീനയാണ്, മറുഭാഗത്ത് സ്പെയിനാണ്. എന്തും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടൂർ ചേരുന്നു, ഒപ്പം MSK ഉണ്ട്. ജയേഷ്, നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എങ്കിൽ പോലും ടിക്കി ടാക്ക 2.0 കളിക്കുന്ന സ്പെയിൻ, മറുഭാഗത്ത് അതിഗംഭീരമായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചെത്തുന്ന അർജന്റീന, മെസ്സി എന്ന ഫാക്ടർ. അതായത് ഒരു സിസ്റ്റമായി കളിക്കുന്ന സ്പെയിൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഫുട്ബോൾ ഒരു ടീം ഗെയിമാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ വ്യക്തിപരമായിട്ടുള്ള പ്രകടനങ്ങളിലൂടെ അതിൻ്റെ പൊലിമ കാണിക്കുന്ന അർജന്റീന, മെസ്സി എന്ന വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അർജന്റീന. സാധ്യതകൾ എത്രമാത്രമാണ് എന്നത് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഒന്ന്, ഈ ടീമിനെ കുറിച്ച്, ഈ അർജന്റീന ടീമിനെ കുറിച്ച്, ഓപ്പോസിറ്റ് അർജന്റീനയാകുമ്പോൾ എതിരെ കളിക്കുന്നത് ഏത് ടീമാണെങ്കിലും സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. പ്രവചനത്തിനും മുതിരുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം ഇതുവരെയുള്ള മത്സരങ്ങൾ നമ്മൾ പ്രവചിച്ചു. ഇപ്പോൾ പ്രത്യേകിച്ച് സെമിയിൽ പോലും ബെല്ലിംഗാമിന് ഒരാളെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് വിജയിക്കാൻ മറുവശത്ത് നമുക്കൊരു മെസ്സി ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെയിനെതിരെ കളിക്കുമ്പോൾ അത് നടക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ സ്പെയിന് ഫ്രാൻസിനെ വരെ നിഷ്പ്രഭമാക്കി തോൽപ്പിച്ച സ്ഥിതിക്ക് എന്തായാലും കപ്പ് സ്പെയിനിനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് സർക്കിളുകൾ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഈ അർജന്റീനയ്ക്കെതിരെ അതും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരു മെസ്സി ഫാക്ടറുണ്ട്. ഒരു 90 മിനിറ്റ് ഒന്നും മെസ്സിയെ പൂട്ടിയിടുക എന്ന് പറയുന്നത് പോസിബിൾ ഒന്നുമല്ല. അത് ചില സമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ ഹ്യൂമൺ ആയിരിക്കും, ചില സമയത്ത് ഏലിയൻ ആയിരിക്കും. ആ സമയത്ത് ആർക്കും പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സിംപ്ലി നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അതായത് സ്പെയിൻ ഒരു ഫാക്ടറിയാണ്. 90 മിനിറ്റും ഒരുപോലെ വർക്ക് ചെയ്യുന്നൊരു ഫാക്ടറി. അവർ റഫറി വിസിലടിക്കുന്നു, ആ ഫാക്ടറിയുടെ സ്വിച്ച് ഓൺ ആവുന്നു. അവരങ്ങനെ കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ആ ഫാക്ടറിയിലൊരു തൊഴിലാളി ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അടുത്ത തൊഴിലാളിയെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുന്നു, അടുത്ത ആൾ അതുപോലെ പണിയെടുക്കുന്നു. ആ ഫാക്ടറിക്ക് ഒരു എന്താ പറയുക, സ്റ്റോർ മാനേജർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ പോലെ റോഡറി ഉണ്ട്. റോഡറി മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. മറുവശത്തേക്ക് നോക്കുമ്പോൾ അർജന്റീന ഒരു നല്ലൊരു ഒരു ചിട്ടയോടൊക്കെയുള്ളൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ അതുവരെ അവരൊന്നിനും നിൽക്കാറില്ല. അവരുടെ ചട്ടക്കൂടിനകത്ത് തന്നെ നിൽക്കുന്നു. ആ ഫാമിലിയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവരെ തീർക്കും. അത്രേ ഉള്ളൂ. അതും അവസാന നിമിഷം കൊണ്ടുപോയി തീർത്ത് ക്ലൈമാക്സിൽ നിന്ന് ഒരാൾക്ക് ഒരു പിടുത്തം കിട്ടില്ല. ആ രീതിയിൽ എല്ലാ തെളിവുകളും മെസ്സി അവശേഷിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ കൃത്യമായിട്ട് മെസ്സിയെ മാർക്ക് ചെയ്യുന്നത്, അതായത് ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ സ്ട്രൈക്കറായ ഈ ലോകകപ്പിൽ 6 ഗോൾ നേട്ടമുള്ള ഹാരി കെയ്നെ, സെൻട്രൽ സ്ട്രൈക്കറെ ഫ്രീ ആക്കി വിടണ്ടേ, ബാക്കിയുള്ള മിഡ്ഫീൽഡേഴ്സൊക്കെ വേണമെങ്കിൽ പൊട്ടിക്കോട്ടെ. ഹാരി കെയ്നെ വരെ മെസ്സിക്കൊപ്പം നിർത്തിയിട്ടുണ്ട് പൂട്ടാൻ വേണ്ടിയിട്ട്. ഹാരി കെയ്ൻ പലപ്പോഴും അത് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം 26 ടച്ച് മാത്രമാണ് നടത്തിയിട്ടുള്ളതിൽ. അതിൽ 9 മെസ്സിയെ ചുറ്റിപ്പറ്റിയുള്ള നീക്കത്തിൽ ബോൾ റിക്കവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബോക്സിൽ ഒരു ടച്ച് പോലും ഉണ്ടായിരുന്നില്ല ഹാരി കെയ്ന്. അപ്പോൾ ആ ഹാരി കെയ്നെ വരെ ആ വിധം കംപ്ലീറ്റ്ലി മെസ്സിയിലേക്ക് നിർത്തി. മെസ്സി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിസ്ഫോടനമുള്ള പൊസിഷനായ റൈറ്റ് ഫ്ലാങ്കിലേക്ക് മാറുന്നു. റൈറ്റിൽ നിന്ന് പിന്നെ മെസ്സി കളിച്ചൊരു കളിയുണ്ട്. അതായത് നിരന്തരം അവർ ലോങ് റേഞ്ചറുകൾ ഉതിർക്കുന്നു. എൻസോയുടെ സഹായത്തോടെ അവിടെ ഒരു വിള്ളലുകൾ വരുന്നു. ആ വിള്ളൽ കൃത്യമായിട്ട് ചേർത്തുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത് മെസ്സി. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ ലൗത്താരോയ്ക്ക് കൊടുത്ത ബോൾ വരെ അത് ഒന്ന് റൈറ്റ് ഫുട്ടിലാണ് വരുന്നത്. മെസ്സി ലൗത്താരോയെ നോക്കുന്നില്ല, നേരെ ഫ്രണ്ടിലോട്ടാണ് നോക്കുന്നത്. 4 പ്ലേയേഴ്സ് ഉണ്ട്, ജോൺ സ്റ്റോൺസ് ഉൾപ്പെടെ 4 പ്ലേയേഴ്സ്, ഉയരക്കാരായ 4
മെസ്സിക്ക് തൊട്ടടുത്ത് 2 പ്ലേയേഴ്സ് ഉണ്ട്, 4 പ്ലേയേഴ്സ് ഇംഗ്ലീഷ് ഡിഫൻഡേഴ്സ് ബോക്സിനകത്ത് എണ്ണിക്കഴിഞ്ഞാൽ 7 പേരുണ്ടായിരുന്നു. എണ്ണിക്കഴിയുമ്പോൾ 7 പേരുണ്ട്. അതായത് മെസ്സിക്കൊപ്പം 2 പേര്, 4 ഡിഫൻഡേഴ്സ് ആ ബോക്സിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. അതിലൊരു ലൗതാരോ മാത്രമേ ഉള്ളൂ ഹൈറ്റിൽ ചാടി. ആ ബോളിൻ്റെ ഒരു സഞ്ചാരം, അതായത് ആ ക്രോസ് കൃത്യമായിട്ട് പോയി നല്ല ഹൈറ്റിൽ പോയി. അതായത് ഇംഗ്ലീഷ് താരങ്ങളുടെ തലയിലൊന്നും തട്ടാൻ പാടില്ലല്ലോ, അവർ നല്ല ഹൈറ്റുള്ള പ്ലേയേഴ്സാണ്, നല്ല ഹൈറ്റിൽ ചാടുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ലൗതാരോയുടെ തലയ്ക്ക് മുകളിലെത്തിയപ്പോൾ മാത്രം അവിടെ ഒരു ലോ ഡിപ്പ് വന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല. അത് മെസ്സിക്ക് മാത്രം സാധ്യമാവുന്നതാണ്. ആ സമയത്ത് ഒരു ലാൻഡിങ് വരുന്നു, കൃത്യമായിട്ട് ലൗതാരോയുടെ തലയിലെത്തിക്കുന്നു. കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞിരുന്നെങ്കിൽ ജോൺ സ്റ്റോൺസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഹെഡ് ചെയ്ത് കളയുമായിരുന്നു. കുറെ കൂടി ഹൈറ്റ് കൂടിയിരുന്നെങ്കിൽ ലൗതാരോയ്ക്ക് അത് കണക്ട് ചെയ്യാൻ കഴിയില്ല, പുറകിലെ ഇംഗ്ലീഷ് ഡിഫൻഡറിലേക്കാണ് പോവുക. അപ്പോൾ അതേ പറഞ്ഞത്, മെസ്സി എന്നതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തെളിവ് അവശേഷിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് മെസ്സിക്ക്. അതെന്താണെന്നുള്ളത് അടുത്ത ആൾക്ക് കിട്ടില്ല. അതുപോലെ തെളിവ് അവശേഷിപ്പിക്കില്ല. അതായത് ഇപ്പോൾ ഇംഗ്ലണ്ട് ആ ബോൾ എങ്ങനെ ചെയ്യും, എങ്ങനെ ക്ലിയർ ചെയ്യും എന്നുള്ളത്, ഇപ്പോൾ പിക്ഫോർഡ് കൃത്യമായിട്ട് മെസ്സി ഒന്ന് ഫേക്ക് ചെയ്തിട്ടായിരിക്കും കിക്ക് എടുക്കുക, മറ്റേ ആൾ റൈറ്റിലേക്കായിരിക്കും, ഡീപ്പ് ബോൾ ലെഫ്റ്റിലേക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോക്സിലേക്ക്. പക്ഷേ അതിനു മുമ്പ് തീർത്ത് വെക്കാനുള്ള പരിപാടികളൊക്കെ മെസ്സി ചെയ്തു വെച്ചു. ആ ലെവലിലാണ് പുള്ളിയുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി, അദ്ദേഹം ഒരു എപ്പോഴും ആ ദൃശ്യം റെഫറൻസ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യത്തിൽ നമ്മൾ പറയുന്നത് ആ ക്ലാസിക് ക്രിമിനൽ എന്നാണ് മോഹൻലാലിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് കൃത്യമായി അടുത്തൊരു തലമുറേനെ അവർക്ക് എത്തിപ്പിടിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത രീതിയിലൊരു സാധനം അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയെല്ലാം മെസ്സി ചെയ്ത പോലെ എന്നുള്ള റേഞ്ചിലേക്ക് എത്തിപ്പിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിന് ശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ പറയുന്നുണ്ട്, ഞാൻ ഉടനെയൊന്നും വിരമിക്കുന്നില്ല, മെസ്സി 39 വയസ്സിലും കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഹാരി കെയ്ന് ഇപ്പോൾ 32 വയസ്സ്. അർത്ഥത്തിൽ ഒരു പ്രചോദനമാണ് മറ്റുള്ളവർക്ക്, പ്രചോദനമാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 വർഷം ഇതേ ക്വാളിറ്റിയിൽ ഹാരി കെയ്ന് കളിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഹാരി കെയ്ന് 32, മെസ്സി അത് ഒരു അർത്ഥത്തിൽ ഇവരൊക്കെ കബളിപ്പിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റും 39 ഞാനിങ്ങനെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കൂല. ഇത്രയും കോമ്പറ്റീറ്റീവായ ഒരു ഗെയിമിൽ തുടർച്ചയായ മത്സരങ്ങളിൽ ഗോളടിക്കുന്നു, തുടർച്ചയായി അസിസ്റ്റ് നേടുന്നു, 90 മിനിറ്റ് ആയിക്കോട്ടെ 120 മിനിറ്റ് ആയിക്കോട്ടെ ഫുൾ ടൈം കളിക്കുക, അതും ഒരേ ക്വാളിറ്റിയിൽ കളിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൊത്തം ഇൻ്റർനാഷണൽ ഫുട്ബോൾ മൊത്തം എടുത്ത് നോക്കൂ. പെലെ 28 വയസ്സിൽ ഇൻ്റർനാഷണലിൽ നിന്ന് അവസാന വേൾഡ് കപ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. മറഡോണ അവസാന വേൾഡ് കപ്പ് കളിക്കുമ്പോൾ പ്രായം 30. 25 26 അദ്ദേഹത്തിന്റെ കിരീട നേട്ടം എന്ന് പറയുന്നത്. അത് അത്രയും ക്വാളിറ്റിയിൽ കളിക്കുന്നത്. 94 വരുന്നില്ല അദ്ദേഹം കളിച്ച്. ഇല്ല, 30 വയസ്സിൽ അദ്ദേഹം ഇന്റർനാഷണൽ അവസാനിപ്പിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, അദ്ദേഹം ലയണൽ മെസ്സിയിലേക്ക് നോക്കൂ, 39 വയസ്സായി, ഇപ്പോഴും ക്വാളിറ്റിയില്ല. നമ്മൾ പീക്ക് ക്വാളിറ്റി, അതായത് 2002 മെസ്സിയുടെ പീക്ക് സമയം, കപ്പടിച്ചു, അതിൽ ഗോൾഡൻ ബോൾ ഉൾപ്പെടെ നേടി, അതിൽ ഓക്കെ എന്ന് കരുതി. ഇനിയൊരു വേൾഡ് കപ്പിലേക്ക് ബാല്യം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ ചിന്തിച്ചു. പക്ഷേ ഈ വേൾഡ് കപ്പിലാണ്, 39 വയസ്സിലെ വേൾഡ് കപ്പിലാണ് ഏറ്റവും വിനാശകരമായ രീതിയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ബോളിനും ഗോൾഡൻ ബൂട്ടിനും ഒരുപോലെ അദ്ദേഹം അവകാശം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്ലെയർ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്നുള്ളതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അർജന്റീനയുടെ നീക്കങ്ങളെല്ലാം ഇപ്പോൾ മെസ്സിയിൽ നിന്ന് നമ്മൾ പറയുന്നു, കൃത്യമായ ടാക്ടിക്കൽ തന്ത്രങ്ങൾ സ്കലോണി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിനായ മത്സരത്തിൽ പതിവില്ലാതെ 4-4-2 അദ്ദേഹം കളിപ്പിക്കുന്നത്. അദ്ദേഹം ഡീപോളിനെ മാറ്റിക്കൊണ്ട് സിമിയോണിയെ ഫസ്റ്റ് ലെവലിൽ കളിപ്പിക്കുന്നു. കുറേ കൂടി ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കേഴ്സിനെ ഒന്ന് പിടിച്ചു കിട്ടുക എന്നുള്ളൊരു ദൗത്യം കൂടി സിമിയോണിക്കുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫിൽ ഏറെക്കുറെ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഗെയിം ഞങ്ങൾക്കും വഴങ്ങുമെന്നുള്ള രീതിയിൽ. പിന്നീട് അദ്ദേഹം വരുന്ന 4 ടാക്ടിക്കൽ മാറ്റങ്ങളാണ് മത്സരത്തിൽ നിർണായകമായത്. അതിൽ തന്നെ ഏറ്റവും അവസാനം ലെഫ്റ്റ് വിങ് ബാക്കായ ടാഗ്ലിയഫിക്കോനെ മാറ്റിയാണ് അദ്ദേഹം സെൻട്രൽ സ്ട്രൈക്കറായ ലൗതാരോ മാർട്ടിനസിനെ കൊണ്ടുവന്ന ഒരു ചൂതാട്ടം നടത്തി ആ മത്സരം വിജയിക്കുന്നത്. അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് അർജന്റീനയ്ക്ക് വലിയ മേധാവിത്വം മുൻതൂക്കം നൽകുന്നുണ്ട്. പക്ഷെ മറുവശത്തേക്ക് നോക്കുമ്പോൾ അർജന്റീന, അതായത് ഗ്രൂപ്പ് റൗണ്ടിലെ 3 മത്സരങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശേഷിച്ച 4 മത്സരങ്ങളായാലും, അതായത് കാബോർഡ് ആയിക്കോട്ടെ, ഈജിപ്ത് ആയിക്കോട്ടെ, സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഒരുവിധമെല്ലാം അവസാന നിമിഷങ്ങളിൽ 80 മിനിറ്റിന് ശേഷം, പ്രത്യേകിച്ച് ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഒരു ഷിഫ്റ്റ് നടത്തുകയാണ്. അതിൽ തന്നെ ഇംഗ്ലണ്ടൊക്കെ അർജന്റീനയ്ക്ക് വിജയം വെച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം കംപ്ലീറ്റ് ഒരു ബസ് പാർക്കിംഗ് ഡിഫൻസിലേക്ക് പോകുന്നു, അവർ ആ ലോ ബ്ലോക്കിൽ മാത്രം നിർത്തുന്നു. അപ്പോൾ അർജന്റീനയ്ക്ക് അവരുടെ ഫൈനൽ തേർഡ് വരെ ഒരാളും തടയാനില്ലാതെ ഫൈനൽ തേർഡ് വരെ
എന്താ പറയുക കടൽ കണക്ക് വരാൻ ഉള്ളൊരു അവസരം കിട്ടുന്നു. അവിടുന്ന് ബാക്കി പ്ലാൻ ചെയ്താൽ മതി ഗോളിലേക്കുള്ള വഴി. അത് ലോങ് റേഞ്ചർ ഉൾപ്പെടെയുള്ളവ ഉതിർത്ത് ചെയ്യാൻ കഴിയും. പക്ഷേ സ്പെയിന് അത്തരം സ്പേസ് കൊടുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പെയിന് കൃത്യമായിട്ട്, അതായത് ഗോൾ അടിച്ചാലും ഗോൾ വഴങ്ങിയാലും സ്പെയിൻ ഒരേ കളിയേ കളിക്കുള്ളൂ. അത് നമുക്കറിയാം. ഇപ്പോൾ ഫ്രാൻസിനെതിരായ മത്സരം നോക്കൂ, 2 ഗോളിന് ലീഡുണ്ട്, 90 മിനിറ്റിന് ശേഷം സ്പെയിൻ അറ്റാക്ക് ചെയ്താണ് കളിക്കുന്നത്. സ്പെയിൻ ഒരിക്കൽ പോലും ഡൗൺ ആവുന്നില്ല, സ്പെയിൻ ഒരിക്കൽ പോലും ഒരു ഡിഫൻസീവ് മൂഡിലേക്ക് പോകുന്നില്ല. മാത്രമല്ല ഏറ്റവും വേഗക്കാരായ ഒലീസയും ഡെസൽഡുവയും ബാർക്കോളയും എംബാപ്പയും ഒക്കെയുള്ള ആ ഫ്രാൻസിനെ അവർ പിടിച്ചിർത്തി. ആ ഡിഫൻസ് പൊട്ടി, അതായത് കുബാർസിയും ലപ്പോർട്ടയുമുള്ള ഡിഫൻസ് പൊട്ടി വളരെ കുറഞ്ഞ സമയത്തെ ബോള് കയറിപ്പോയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഉനായ് സൈമൺ വന്ന് സ്വീപ്പ് ചെയ്യും. ഇപ്പോൾ എംബാപ്പെ ഒരു ഒരു ഡയഗണൽ ബോളിന് ശ്രമിക്കുമ്പോൾ വന്ന് സ്വീപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഉനായ് സൈമൺ. ഏകദേശം ഒരു 30 യാർഡിലേക്ക് വരെ സൈമൺ ഓടിയെത്തുന്നുണ്ട്. അതുപോലെ ഒരു ബോൾ ഇതുപോലെ ഓടി വന്നിട്ട് ഹെഡ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിഫൻസ് പൊളിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. പക്ഷെ അപ്പുറത്ത് അർജന്റീനയും അതിൻ്റെ നായകൻ ലയണൽ മെസ്സിയും ആയതുകൊണ്ട് അത് പൊളിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ലോകകപ്പിലെ 7 മത്സരങ്ങളിൽ നിന്ന് ഒരേ ഒരു തവണ മാത്രമാണ് ബെൽജിയത്തിൻ്റെ കെറ്റ്ലേര മാത്രമാണ് ഉനായ് സൈമണിൻ്റെ പോസ്റ്റിൽ പന്തെത്തിച്ചിട്ടുള്ളൂ. അത് ഫൈനലിൽ അത് പൊളിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനവർക്ക് ഏറ്റവും വലിയ ശക്തിയും അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക ധൈര്യവുമൊക്കെ ലയണൽ മെസ്സി എന്നൊരൊറ്റ മനുഷ്യനാണ്. അദ്ദേഹത്തിന് അത് സാധിക്കുമായിരിക്കും, അല്ലാതെ അദ്ദേഹത്തിന് മാരകമായ അസിസ്റ്റിന് അത് സാധിക്കുമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കുന്നത്. പക്ഷേ മറുവശത്ത് കൗണ്ടർ ചെയ്ത് സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്ത് കളിക്കുന്ന അർജന്റീനയുടെ തന്ത്രം, ബോൾ കൊടുക്കാതെ കളിക്കുന്ന പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന സ്പെയിനെതിരെ എത്രത്തോളം പോകുമെന്നും കണ്ടറിയണം. എന്തായാലും ഒരു എക്സൈറ്റഡ് ആയ ഒരു ഫൈനലിനാണ്. ഏത് രീതിയിലുള്ള തന്ത്രങ്ങളായിരിക്കും ലാഫിയോവിൻ്റെയും സ്കലോണിയും ഇറക്കുക എന്നുള്ള ഒരു ആവേശത്തിനാണ്, തന്ത്രത്തിനാണ് കാത്തിരിക്കുന്നത്. നമുക്ക് പൂക്കോട്ടൂർ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് സാധ്യതകൾ പരിശോധിക്കുക എന്നത് മാത്രമാണ്. ലോകമാകെയുള്ള പ്രവചനങ്ങൾ ഞാൻ നോക്കുകയായിരുന്നു. അതിൽ കൃത്യമായിട്ട് അർജന്റീന ആരാധകർ ദയവായി ക്ഷമിക്കുക, 45% സാധ്യത കൽപ്പിക്കുന്നത് സ്പെയിനാണ്. 29% മാത്രമേ അർജന്റീനയ്ക്ക്, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വരുന്ന കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുൻതൂക്കം ഓൾറെഡി അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെ അർജന്റീനയ്ക്ക് മുകളിൽ സ്പെയിന് കൽപ്പിക്കപ്പെടുന്നുണ്ട് ഫുട്ബോൾ ലോകം എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ളവരായിരിക്കില്ല, അവർ പക്ഷേ വിദഗ്ധരായിട്ടുള്ളവർ തന്നെ പങ്കെടുക്കുന്ന പോളുകളായിരിക്കണമല്ലോ ഇത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 45% വിന്നിംഗ് സാധ്യത സ്പെയിനാണ് കൽപ്പിക്കുന്നത്. 29% മാത്രമേ അർജന്റീനയ്ക്ക് നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ വിജയ സാധ്യത. എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് പറയുന്നവർ പോലും ചുരുക്കം ഇതിലും കുറഞ്ഞായിട്ടുള്ള ഒരു സ്റ്റാറ്റിക്സ് ആണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം ഒരു പക്ഷേ ഈ നമ്മൾ കണ്ട 2 സെമി ഫൈനൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പെയിനിൻ്റെ സെമി ഫൈനൽ തന്നെയായിരിക്കും. ഫ്രാൻസിനെ ഔട്ട് ക്ലാസ് ചെയ്യുക എന്നുള്ള, ഫ്രാൻസിനെ യൂറോപ്പിൻ്റെ രാജാക്കന്മാർ സ്പെയിൻ എങ്ങനെയായി അല്ലെങ്കിൽ എന്തുകൊണ്ടാകുന്നു എന്നതിന് ഉദാഹരണമാണ് അവരുടെ നോക്കൗട്ട് മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ. യൂറോപ്പിലെ 4 വമ്പന്മാരെ വീഴ്ത്തി, ഓസ്ട്രേലിയ തുടങ്ങി പോർച്ചുഗലിനെ, ബെൽജിയത്തെ, ഫ്രാൻസിനെ വീഴ്ത്തിക്കൊണ്ടാണ് സ്പെയിൻ വരുന്നത്. മറുഭാഗത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അർജന്റീനയുടെ അതിജീവന തോത് എത്രമാത്രമാണ്. ഒരു ഘട്ടത്തിലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത തരത്തിൽ അവർ മാറിയിട്ടുണ്ട്. ചാമ്പ്യൻ ടീം മെൻറ്റാലിറ്റിയിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് പുതിയൊരു മത്സരമാണല്ലോ, സ്വാഭാവികമായിട്ടും ഫൈനലിൻ്റേതായിട്ടുള്ള സാധ്യതകളും അവിടെയുണ്ട്. അപ്പോൾ ഏത് തരത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ കണക്കിനെ അർജന്റീന മറികടക്കാൻ പോകുന്നത്, അർജന്റീന ജയിക്കുകയാണെങ്കിൽ എന്നാണ് നമുക്കറിയാനുള്ളത്. സ്കലോണിയുടെ സ്കലോണി തന്ത്രങ്ങൾ ആണോ, മെസ്സി എന്ന ഫാക്ടറാണോ, അതിലുപരി കളിക്കളത്തിൽ സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകളായിരിക്കും അർജന്റീനയ്ക്ക് ഫേവറബിൾ ആകുക? സ്കലോണി എന്ന തന്ത്രജ്ഞനായ കോച്ചിനേക്കാൾ മെസ്സി എന്ന ഫാക്ടർ തന്നെയായിരിക്കും അർജന്റീനയ്ക്ക് മുൻതൂക്കം. കാരണം മെസ്സി വേൾഡ് ചാമ്പ്യനാണ്. ഈ നേരത്തെ ജയേഷ് പറഞ്ഞതൊക്കെ യോജിക്കുന്നു. കാരണം മെസ്സി എന്നുള്ള ഫാക്ടർ അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതായത് അവരുടെ ടീമിൽ ഒരാൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ചവരെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. സ്കലോണിയുടെ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്കലോണി എല്ലാ മത്സരങ്ങളും ജയിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്, പല മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട്. പക്ഷേ സ്കലോണിയേക്കാൾ തന്ത്രജ്ഞനായ കോച്ചുകൾ പലരും ഉണ്ടായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് രവിശാസ്ത്രി കോച്ചായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രവിശാസ്ത്രി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് രവിശാസ്ത്രിക്ക് പിന്നെ എന്താണ് ഇദ്ദേഹത്തെ ഒരു വലിയൊരു കോച്ചായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ രവിശാസ്ത്രി കൃത്യമായിട്ടും ആ ടീമിലെ സൂപ്പർ സ്റ്റാർ കൾച്ചറിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു. വിരാട് കോഹ്ലിയെ പോലുള്ള അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു മാനേജർ എന്ന രീതിയിൽ, ഒരു കോച്ച് എന്നതിനേക്കാൾ ഉപരി അവരുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനേജർ അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധകൻ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോച്ചിങ് കാലഘട്ടം ഉണ്ടായിരുന്നത്. അതേ ലൈനിലാണ് സ്കലോണിയുടെയും കോച്ചിങ് കാലഘട്ടം. അദ്ദേഹം മെസ്സിയുടെ ആരാധകൻ, മാനേജർ
പ്ലസ് കോച്ച് എന്ന ഡിഫറൻറ്റ് ക്രൈറ്റീരിയ ആണ്. അല്ലാതെ നമ്മൾ പൊതുവെ പറയുന്നെങ്കിലും കോച്ചിൻ്റെ ചില ദൗത്യങ്ങളുള്ളതായിട്ട് ഡെഫിനേഷൻ ഉണ്ട്. മാനേജർ എന്താണെന്ന് വെച്ചാൽ അതിന് ഡെഫിനേഷൻ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ ഒരു ലൈനിൽ ഇത് അറിയാം, വിശദമായിട്ട് അറിയാം. മാത്രമല്ല അവരുടെ പാബ്ലോയിമർ അടക്കമുള്ള ആ സപ്പോർട്ടിങ് സ്റ്റാഫും ലൈക്ക് ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ്. ഇപ്പൊ മെസ്സിക്ക് ഇവരൊക്കെ വളരെ നന്നായിട്ട് അറിയുന്നതാണ്. സ്കലോണിയായിട്ട് മെസ്സി കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ശരിക്കും ഒരു ഫാമിലി പോലത്തെയാണ് അവരുടെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള. ഇവർക്ക് മെസ്സിയെ പോലുള്ള ഒരാൾക്ക് പുതിയ എന്തെങ്കിലും തന്ത്രം പറഞ്ഞു കൊടുക്കണമെന്നൊന്നും തോന്നുന്നില്ല. കാരണം മെസ്സി ഗ്രൗണ്ടിൽ തന്നെ ഒരു കോച്ചിന്റെ റോൾ കൂടി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അടക്കം നമ്മൾ ശരിയാണ്, അദ്ദേഹം താരങ്ങളെ വിളിച്ചിട്ട് അടക്കമുള്ളവരെ വിളിച്ചിട്ട് എന്തോ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ശേഷമാണ് അവർ മാറുന്നത്. അതായത് പിന്നെ കൂടുതൽ പിന്നെ ഷൂട്ട് ചെയ്തോളാൻ, അതായത് കുറച്ച് ഗോൾ പോസ്റ്റിനും പുറത്തുനിന്നാണെങ്കിലും ലോങ് റേഞ്ച് ചെയ്തോളാം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം മെസ്സിയെ പോലുള്ള ഒരു താരത്തിന് പ്രത്യേകിച്ച് കോച്ചിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കൃത്യമായിട്ടും ആ കളിക്കാരനോടുള്ള ഒരു ആരാധന എപ്പോഴും സ്കലോണി പറയാറുണ്ട്. അപ്പം സ്കലോണി ശരിക്കും ഒരു രവിശാസ്ത്രിയുടെ റോളാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിജയകരമായ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് നായകനായ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രവിശാസ്ത്രിയും ഉണ്ടായിരുന്നൊരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ജേഷ് പറഞ്ഞതിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കയറി വരുമ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ളത്. ക്ഷണിക്കപ്പെടാതെയല്ല, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ക്ഷണിക്കപ്പെട്ടിട്ട് തന്നെയാണ്. ഓരോ റൗണ്ടും കളിച്ചിട്ടാണ് സ്പെയിനിനെ പോലുള്ള അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിനെ പോലുള്ള മറ്റേ ടീമുകൾ, കേപ്പ് വെർദെ പോലുള്ള ടീമുകളൊക്കെ അർജന്റീനക്കെതിരെ കളിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്തും അവരെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ ഇവർ എടുക്കുന്നു എന്നതിനൊപ്പം തന്നെ നമ്മൾ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സഹദേവനായിരുന്നു ശരി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ തീർച്ചയായിട്ടും ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റാണ്. എങ്കിൽ കൂടിയും ജോർജ് കുട്ടി അത് ഒളിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ജോർജ് കുട്ടിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലീസിൽ തന്നെയുള്ള ഇർഷാദിനെ പോലുള്ള ആൾക്കാരുടെ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ആ കേസിലേക്ക് സഹദേവൻ കൂടുതൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ചില പിന്നെ ഈ നമ്മുടെ ഇർഷാദിനെ പോലുള്ള പോലീസ് ഓഫീസർ ജോർജ് കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊരു സപ്പോർട്ടാണ് ശരിക്കും. ഞാൻ പറയുന്നത് എന്റെ ബോധ്യങ്ങൾ അല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരും പോയിക്കോളൂ, കുഴപ്പമൊന്നും. അർജന്റീനക്ക് പലപ്പോഴും കിട്ടിയ സപ്പോർട്ടുകളും പലപ്പോഴും റഫറിയുടെ ഭാഗത്തു നിന്നും ഫിഫയുടെ ഭാഗത്തു നിന്നും കിട്ടിയ സപ്പോർട്ടുകൾ കൂടി നമ്മൾ ഇതാക്കണം. 78-ലെ ലോകകപ്പ്, ഞാനൊരു കാര്യം കൂടി പറയട്ടെ, 78-ലെ ലോകകപ്പിനെ കുറിച്ച് അധികം അർജന്റീന ആരാധകരൊന്നും അധികം പറയാത്തൊരു ലോകകപ്പാണ് അർജന്റീന 78 ലോകകപ്പ്. 86 അവിടെ കൃത്യമായിട്ട് റാഫേൽ വിദേര എന്ന പിന്നെ അവരുടെ ഏകാധിപതിക്ക് കീഴിൽ ആ സമയത്ത് ആ ലോകകപ്പ് അവർക്ക് അടിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ആ മത്സരങ്ങളൊക്കെ നടന്നിരുന്നത്. അർജന്റീനക്കാർക്കും അർജന്റീന ആരാധകർക്കും ഒരിക്കലും പിന്നെ എന്താ പറയാ മേനി കിസിഞ്ചറും അതുപോലെ തന്നെ ഈ വിദേലയും എന്തിനാണ് പെറുവിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പിന്നെ അവരുമായിട്ട് സംസാരിക്കുന്നു. പെറു അതിനുശേഷം 6-0 അങ്ങനെയുള്ള ഒരുപാട് കൃത്യമായും എതിരാളികൾ ക്ഷണിക്കപ്പെടാതെ വന്നില്ല, ക്ഷണിക്കപ്പെട്ട അതിഥികളെ പോലും കൃത്യമായിട്ട് പിന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൃത്യമായി അർജന്റീനയുടെ ഭാഗത്തുനിന്നുണ്ട്. അർജന്റീനക്ക് അതിനൊരു സപ്പോർട്ട് സിസ്റ്റം കൂടി കൃത്യമായിട്ട് പലപ്പോഴും ലഭിച്ചു. നമ്മൾ മറന്നു പോകരുത്, ഈ ലാറ്റിൻ അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് അർജന്റീന. മറുഭാഗത്ത് ബ്രസീലുണ്ട് സമാനമായിട്ട്. ഈ രണ്ട് രാജ്യങ്ങളിലെ ഫുട്ബോൾ പൈതൃകത്തെ നമ്മൾ ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യില്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ആ ഫുട്ബോളാണ് അവരുടെ ലൈഫ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ലോകകപ്പിൽ തന്നെ ഞാൻ ഇപ്പോൾ ഫൈനലിൽ അർജന്റീന ജയിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് പ്രാകുന്നതാണ്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് സംഭവം എന്ന് വെച്ചാൽ അർജന്റീനക്ക് ഒരു സപ്പോർട്ട് ഫിഫയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, പലരും പറയുന്ന ഒരു കാര്യങ്ങളാണ്. പല അന്താരാഷ്ട്ര മീഡിയകളും ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാഴ്സ പ്രസിഡന്റ് ലാപ്പോർട്ടയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. നല്ല ബാഴ്സ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ബാഴ്സയിൽ നിന്നുള്ള 8 പേരാണ് സ്പെയിനിന് വേണ്ടി കളിക്കുന്നത്. മാത്രമല്ല ബാഴ്സയുടെ ഒരു പ്രൊഡക്റ്റാണ്, ബാഴ്സയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. ബാഴ്സ പ്രസിഡന്റ് ലാപ്പോർട്ട കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് സ്പെയിൻ തന്നെ ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് റഫറി കളിച്ചില്ലെങ്കിൽ എന്ന രീതിയിൽ ഒരു പ്രസ്താവന ബാഴ്സയുടെ പ്രസിഡന്റാണ്. അതായത് അത്രയും ഉയരത്തിലുള്ള ഒരു സ്പെയിനിന് വേണ്ടിയിട്ട് അത് നേരെ മറിച്ച് അർജന്റീന ആരാധകർ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇത് ഫൈനലിലേക്ക് വരുമ്പോൾ സ്പെയിൻ അനുകൂലമായി മാറുകയാണ്. കാരണം സ്പെയിനിന് വേണ്ടി അദ്ദേഹം വിൻസിച്ച് നിയന്ത്രിച്ച 4 മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത് സ്പെയിനാണ്, ഇൻക്ലൂഡിംഗ് യൂറോ കപ്പ് ഫൈനൽ അടക്കം. അപ്പൊ അങ്ങനെ ഒരു കാര്യം. ഇത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് സ്പെയിനിന്റെ കളി ശൈലിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അർജന്റീന നെഗറ്റീവ് ആകാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന ഒടുവിൽ തോറ്റ മത്സരം
നിയന്ത്രിച്ചത് സൗദിക്കെതിരായ മത്സരത്തില്. സൗദിക്കെതിരായ അതെ, അതൊക്കെ ശരി തന്നെ, ഇങ്ങനെയൊക്കെ കുറെ ഇല്ലാതെ പറയുന്നില്ല. പക്ഷെ ലാപ്പോർട്ടയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഞാൻ പലപ്പോഴും ഇതിനകത്ത് നമ്മൾ കമന്റ് പറയുമ്പം അർജന്റീന ആരാധകർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ, നമ്മൾക്ക് കളി അറിയില്ല, നമ്മൾ കളി കാണുന്നില്ല, നീ ഏതാണ്, ആ രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ അത് വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ലെ, മത്സരങ്ങൾ തിരിച്ചു പോലെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ, അതായത് അർജന്റീനക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് ലോകത്ത് വരുന്നുണ്ട്. അതായത് ഈ ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിന്റെ പ്രശ്നങ്ങൾ, സ്വിറ്റ്സർലാൻഡിലെ താരത്തിന് റെഡ് കാർഡ് ലഭിച്ചു, അങ്ങനെയുള്ള ഒരുപാട് കമന്റുകളും ഒരുപാട്, അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഫിഫയും അതിന്റെ രീതിയിലേക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ സ്പെയിനെ തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും അർജന്റീനക്ക് തന്നെയാണ്. നമ്മൾ ദൃശ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ജോർജ് കുട്ടി തന്നെയാണ് ജയിക്കുക. അപ്പൊ ഞാൻ ജയേഷ്, എനിക്ക് തോന്നുന്നതേ മറ്റേ മെസ്സി കൊണ്ടുപോയിട്ട് ലൗട്ടാരക്ക് കൊടുത്ത ആ പാസ് പോലും ഫിഫ ചിലപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ, കാരണം അത്ര മാത്രം ഒരു മാജിക്ക് ഈ ഒരു ടീം ബോളിലൊരു ചിപ്പുണ്ട്, ലൗട്ടാരയുടെ മുമ്പിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ഡിപ്പ് വരണം, നിങ്ങളത് ഫിഫ തീരുമാനിക്കുന്നു, വാർ റൂം എന്ന് തീരുമാനിക്കുന്നു. അല്ല, നിങ്ങൾ തമാശ പറഞ്ഞ കാര്യമില്ല, അല്ല നിങ്ങൾ ഈ തമാശ പറഞ്ഞ കാര്യമില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ട് അതിനൊരു പരിഹാസ രൂപത്തിൽ എടുത്തിട്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ളത്. നമ്മളും കളി കാണുന്ന ആൾക്കാരാണ്. ഈജിപ്തിനെതിരെ മത്സരത്തിൽ 2ാം ഗോൾ നിഷേധിക്കപ്പെട്ട നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. മെസ്സിക്ക് ഫസ്റ്റ് ലെസൺ കാർഡ് കിട്ടാത്ത സംഭവങ്ങളുണ്ട്. നിങ്ങളത് വളരെ വിദഗ്ധമായിട്ട് ഒരു ഗോളിലേക്ക് വെച്ചിട്ട് അത് ചിപ്പ് കൊണ്ടാവും എന്നുള്ള രൂപത്തിൽ ഒരു പരിഹാസ രൂപയാണ് സംസാരിച്ചുകൊണ്ട് അതല്ലാതാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണക്കിലേക്ക് വന്നാലേ സ്റ്റാറ്റിക്സ്, അതായത് ഹാഫ് ടൈം റിസൾട്ട് എന്താണോ അതാണ് സ്പെയിനെ സംബന്ധിച്ച് അവരുടെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് ഒരു സ്റ്റാറ്റിക്സ് പറയുന്നുണ്ട്. അതായത് 17 കളികൾ, കഴിഞ്ഞ 17 കളികളിൽ 15 സ്പെയിൻ ജയിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതായത് ഹാഫ് ടൈമിൽ അവരുടെ സ്കോർ എന്തായിരുന്നോ അതായിരിക്കും ഫൈനൽ സ്കോറിൽ റിഫ്ലക്ട് ചെയ്യുക. അതായത് 2 ഗോൾ വെച്ചെങ്കിൽ 2 ഗോൾ ജയിച്ചു എന്നുള്ളതല്ല, ഹാഫ് ടൈമിൽ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ സ്പെയിൻ ആ മത്സരം ജയിച്ചിട്ടുണ്ട്. ഹാഫ് ടൈമിൽ ഡ്രോ ആയിരുന്നെങ്കിൽ മത്സരം ഡ്രോ ആയിട്ടുണ്ട്. ഇതാണ് സ്പെയിൻ്റെ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്നുണ്ട് അർജന്റീന അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിക്കുന്നു, ജയിക്കുന്നു. സ്പെയിനും ആ മാജിക്ക് കാണിക്കുന്നുണ്ട്. 85 മിനിറ്റിന് ശേഷം ഗോൾ അടിച്ച് അവർ 2 മത്സരങ്ങൾ ഈ മറ്റേ മെറീനോ വന്നിട്ടും കാണിക്കുന്ന 2 മാച്ച്, സൂപ്പർ സബായി വന്ന് ജയിക്കുന്നത് പോർച്ചുഗലിനെതിരെ 91 മിനിറ്റിലാണ്, മറ്റൊന്ന് 88 മിനിറ്റിൽ അതിന് തൊട്ടും ബെൽജിയത്തിനെതിരെയാണ് തോന്നുന്നു ഒരു ഗോൾ അടിക്കുന്നുണ്ട്. ഇനി അർജന്റീന ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവർ 8 ഗോളുകൾ 85 മിനിറ്റിന് ശേഷം അടിച്ചിട്ടുണ്ട്. അതൊരു ലോകകപ്പിനെ സംബന്ധിച്ച റെക്കോർഡാണ്. അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിച്ച് ജയിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ ഈ നോക്കൗട്ട് മത്സരങ്ങൾ ത്രൂ കണ്ടതാണ്. ഇനി അത് മാത്രമല്ല, അർജന്റീനയുടെ അവസാന 13 മത്സരങ്ങളിൽ അവർ 2 പകുതികളിലും ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ മത്സരം നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാന ഘടകം ഏതായിരിക്കും? ആദ്യം ആര് ഗോൾ അടിക്കുന്നു എന്നത് ഈ ഫൈനലിനെ നിർണായകമാക്കുന്ന ഒരു ഘടകമാണ്. അർജന്റീന ആദ്യം, അതായത് ഇതുവരെയുള്ള മത്സരങ്ങൾ, പ്രത്യേകിച്ച് നോക്കൗട്ടിലെ മത്സരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുന്നൊരു പതിവുണ്ടല്ലോ അർജന്റീനയ്ക്ക്. അത് സ്പെയിനെതിരെ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്യുന്ന രീതി സ്പെയിനെതിരെ നടക്കില്ല. ആ കൗണ്ടർ ചെയ്യാനുള്ള ബോൾ സ്പെയിന് കൊടുക്കില്ല. സ്പെയിന് കംപ്ലീറ്റ് പൊസിഷൻ ഫുട്ബോൾ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇതുവരെ കളിച്ചതിനേക്കാളും അർജന്റീനയ്ക്ക് കുറച്ചധികം പ്ലാൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. 2, സ്പെയിനെതിരെ ഫസ്റ്റ് ലീഡ് നേടാനായിരിക്കും എന്തായാലും അർജന്റീന ശ്രമിക്കുമോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു തോന്നുന്നൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സെമിയിൽ നിന്ന് വരുത്തിയ ടീമിൽ നിന്ന് വലിയ സാധ്യതയുണ്ട്. ഒന്ന്, മിക്കവാറും ഡീപോളിനെ ഫസ്റ്റ് 11ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. സിമിയോണിയെ ഗോൾ അടിച്ച് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനായിരിക്കും നോക്കുക. ഡീപോളിനെ ഫസ്റ്റ് കൊണ്ടുവന്ന് തുടക്കത്തിൽ തന്നെ വെർട്ടിക്കലായിട്ടുള്ള ആക്രമണങ്ങൾക്കായിരിക്കും അർജന്റീന മുതിരുക. മാത്രമല്ല, ലയണൽ മെസ്സി തുടക്കം മുതൽ തന്നെ റൈറ്റ് ഫ്ലാങ്കിൽ തന്നെയായിരിക്കും കളിക്കാനും പോകുന്നത്. ലൗത്താരോ ഇതുവരെ സൂപ്പർ സബായി വന്ന് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൗത്താരോ ഫസ്റ്റ് 11 ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പെയിനെതിരെ ആദ്യം ലീഡ് എടുക്കുക എന്നുള്ളൊരു തന്ത്രത്തിനായിരിക്കും അർജന്റീന മുതിരുക എന്നുള്ളത്. മറുവശത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡ്രി ഫാക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് എല്ലാം പറഞ്ഞല്ലോ, മെസ്സി എന്നൊരു അച്ചുതണ്ടിലായിരിക്കുമല്ലോ, മെസ്സി ആയിരിക്കുമല്ലോ ഇവരുടെ ഒരു മാലയുടെ ഒരു ചരടെന്ന് പറയുന്നത്. അപ്പോൾ മെസ്സിയെ റോഡ്രിക്ക് ആയിരിക്കും മെസ്സിയെ പൂട്ടാനുള്ള ചുമതല. അദ്ദേഹം അത് ഒലീസയെ വരെ കൃത്യമായിട്ട് പൂട്ടിയിട്ടുണ്ട്. മെസ്സിയെ ഏത് രീതിയിലായിരിക്കും, അതാണ് ആ ഒരു വ്യത്യാസം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് മെസ്സി പലപ്പോഴും ഹ്യൂമൻ ആണെന്ന് തോന്നുമെങ്കിലും ഏലിയൻ്റെ പരിപാടിയാണ് ചെയ്യുന്നതെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. മെസ്സിയെ റോഡ്രി പൂട്ടുന്നു. അഥവാ റോഡ്രിയിൽ നിന്ന് കുതിറി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മാറിപ്പോയാൽ തന്നെ അവിടെ കുബാർസിയും ലപ്പോർട്ടയും ഉള്ള ഒരു
സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ലൈൻ അവിടെയുണ്ട്. അതും മറികടന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബോൾ സ്വീപ്പ് ചെയ്യുന്ന ഉനായ് സൈമൺ അവിടെയുണ്ട്. അപ്പോൾ അത്ലറ്റിക് ക്ലബിന്റെ കീപ്പറാണ് അദ്ദേഹം. അതായത് പ്രീമിയർ ലീഗിലെയും ലാ ലീഗയിലെയും ബെസ്റ്റ് കീപ്പർമാർ അവിടെ ബെഞ്ചിൽ ഇരുത്തിയിട്ടാണ് ഉനായ് സൈമണെ ലോകകപ്പിൽ 50 മിനിറ്റ് ക്ലീൻ ഷീറ്റ്. അതെ, ഉനായ് സൈമൺ എന്തുകൊണ്ട് ഫസ്റ്റ് ലെവലിൽ ഇറക്കി എന്നുള്ളതിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മെസ്സിയെ എങ്ങനെ സ്പെയിൻ മെരുക്കുമെന്നുള്ളതിനാണ് പ്രത്യേകിച്ച് അതിലെല്ലാവർക്കും. അതായത് നമുക്കറിയാം ലാമാസിയുടെ പ്രൊഡക്ട്സ് ആണ് സ്പെയിനിലെ ഒരുവിധം എല്ലാം നിൽക്കുന്നത്. ആ ലാമാസിയ തന്നെയാണ് മെസ്സി. ഓപ്പോസിറ്റ് ഉള്ളത്. അതായത് ലാമാസിയ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് മെസ്സി തന്നെയാണല്ലോ. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്, മെസ്സിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി, മികച്ച വിദ്യാർത്ഥിയാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മെസ്സി പറഞ്ഞു. കുട്ടികൾ, അതായത് അവരുടെ ഫോട്ടോസ് എല്ലാം വരുന്നുണ്ട് ലയണൽ മെസ്സിക്കൊപ്പം ഇവർ നിൽക്കുന്നത്. അതായത് 5 മാസം പ്രായമായ ലെമിൻ യമാൽ 2007 മെസ്സി കുളിപ്പിക്കുന്നു. പിന്നീട് ഗാവി ആയിക്കോട്ടെ, പെഡ്രി ആയിക്കോട്ടെ, ഓൽമോ ആയിക്കോട്ടെ, ഇവരെയൊക്കെ ഒപ്പം അവരുടെ ചൈൽഡ്ഹുഡിൽ മെസ്സിക്കൊപ്പം അവർ നിൽക്കുന്ന വലിയ പടങ്ങൾ. അപ്പോൾ ആ ഒരു ഐഡലിനെതിരെ ഇവർ കളിക്കുമ്പോഴുള്ള ഒരു പതർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇന്റർനാഷണൽ ഫുട്ബോളാണ്, ഇവർ എത്രയോ മത്സരങ്ങൾ പ്രൊഫഷണൽസ് ആണ് ഉറപ്പായിട്ടും. അപ്പോൾ അത്തരത്തിൽ മെസ്സിയെ ഏത് രീതിയിൽ പൂട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു മത്സരം. പക്ഷെ മറുവശത്ത് കൃത്യമായി അവിടെ നിക്കോബാസ് അടക്കമുള്ള താരങ്ങൾ അവിടെ ഉണ്ട്. ഏത് രീതിയിലായിരിക്കും സ്കലോണി തന്ത്രങ്ങൾ ഒരുക്കുക, അതായത് വയേർഡ് തന്ത്രങ്ങൾ ഒരുക്കാൻ മിടുക്കനാണ് സ്കലോണി. മാത്രമല്ല മത്സരം ഫിസിക്കൽ ഗെയിമിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെ ഉള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല. പൊസിഷൻ ഗെയിമിലേക്കാണ് ഉറപ്പായിട്ടും സ്പെയിൻ പോകുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഗെയിമിലേക്ക് തിരികെയില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഫിസിക്കൽ ഗെയിമും പുറത്തെടുക്കാറുള്ള തന്ത്രം കൃത്യമായിട്ട് സ്കലോണി കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിലും അതിൽ മാറ്റമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരായ മത്സരം. അപ്പോൾ ആ ഒരു ഫാക്ടർ ആയിരിക്കും ഏറ്റവും ക്രൂഷ്യലാവാൻ പോകുന്നത്. മെസ്സി വേഴ്സസ് സ്പെയിൻ. അതിൽ തന്നെ റോഡ്രി ഏതുവിധം മെസ്സിയെ പൂട്ടും, കുബാർസിയും ലപ്പോർട്ടയും ഏതുവിധം മെസ്സിയെ പൂട്ടും എന്നുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും പറ്റി പറയുന്നുണ്ട്, സ്പെയിൻ്റെ താരങ്ങളെ പറ്റി. പക്ഷേ എപ്പോഴും പറയാൻ നമ്മളിപ്പോൾ മറന്നുപോയെന്ന് തോന്നുന്നു ഓയർസബാലിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യ മത്സരത്തിൽ അദ്ദേഹം ലോകകപ്പിൽ ഏറ്റവും മോശപ്പെട്ട റെക്കോർഡ് 30 മിനിറ്റോളം പന്ത് കിട്ടാതെ കാത്തിരുന്ന ഒരു കക്ഷി എന്നുള്ള ലെവലിൽ നിന്നാണ് അദ്ദേഹം 5 ഗോളുകൾ അടിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് പകരം വീട്ടുന്നത്. അദ്ദേഹം തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ ഡബിൾ അടിച്ച് അദ്ദേഹം തിരിച്ചു വരുന്ന കാഴ്ചയും കണ്ടിരുന്നു. ഓയർസബാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യ പകുതിയിൽ ഗോൾ സ്കോർ ചെയ്യുന്നതിൽ മിടുക്കനായിട്ടുള്ള താരമായിട്ടാണ്. ഏതാണ്ട് 20 to 40 മിനിറ്റ്സിൽ അദ്ദേഹത്തെ ഗോൾ പിറക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം യൂറോ ചാമ്പ്യന്മാരാക്കിയതും അദ്ദേഹത്തിൻ്റെ ലേറ്റ് ഗോൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു താരമാണ് ഓയർസബാൽ. മറുഭാഗത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു താരം, എപ്പോഴും മെസ്സിയെ ചുറ്റിപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഔട്ടാറെ ഒന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കും. കാരണം തുടർച്ചയായിട്ട് 3 മത്സരങ്ങൾ അദ്ദേഹം സബ്ബായിട്ട് ഇറങ്ങി ലേറ്റ് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു റെക്കോർഡാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ ലോകകപ്പിനെ സംബന്ധിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 താരങ്ങൾ ഒരു 2 കുന്തമുനകളാണ്. മറ്റെല്ലാ താരങ്ങളെയും മാറ്റി നിർത്തുമ്പോൾ അതിനിടയിലൂടെ സ്കോർ ചെയ്യാൻ മിടുക്കരായിട്ടുള്ള 2 താരങ്ങൾ കൂടി അവിടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഓയർസബാലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സ്പാനിഷ് ആരാധകർ വിശ്വാസം അർപ്പിക്കുക? സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിന് നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ അതൊരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അപ്പം നമ്മൾ സ്പെയിന് ചെയ്യേണ്ടത് ഈ ഓയർസബാൻ പോലുള്ള താരങ്ങൾ പിന്നെ ആദ്യ ഹാഫിൽ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ, സ്പെയിൻ ആദ്യത്തെ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായും അർജന്റീനക്ക് അത് ഒട്ടും എളുപ്പമായിരിക്കില്ല തിരിച്ചടിക്കാൻ. പിന്നെ താരങ്ങൾ ഇപ്പം ഈ സ്പെയിനിൽ ഇംഗ്ലീഷ് താരങ്ങൾ ഒരു ഘട്ടത്തിൽ അർജന്റീനയെ കൂടുതൽ ഭയക്കുന്നതായിട്ടും കൂടുതൽ ബഹുമാനിക്കുന്നതായിട്ടും ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബെല്ലിംഗാം ഒഴിച്ച് ബാക്കി എല്ലാ പ്ലേയേഴ്സും മെസ്സിയെ ഒരു വളരെ ആരാധനയോടുകൂടി കാണുന്നു. അവരുടെ ആ ലൈനിലില്ല, അല്ലെങ്കിൽ അർജന്റീനയെ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവും എന്നൊരു ഭയം. അതെ, ഒരു ഭയഭക്തി ബഹുമാനം കുറച്ച് കൂടിപ്പോയി എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ആ മത്സരം കണ്ടത്. ഇതിലും ഒരുപക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, അപ്പോട്ട പറഞ്ഞത് ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, മെസ്സിയെ കുറിച്ചും ചോദിച്ചു, യമാലിനെ കുറിച്ചും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെസ്സി ഞങ്ങളുടെ പാസ്റ്റ് ആയിരുന്നു, പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആണ് മെസ്സി, പക്ഷേ യമാലാണ് ഞങ്ങളുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം മെസ്സിക്ക് അറിയാം കൃത്യമായിട്ടും ബാഴ്സയുടെ ഒരുപക്ഷെ മെസ്സി സ്പെയിനിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാനുള്ളൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടായിരുന്നു 2003 കാലഘട്ടത്തിൽ. കാരണം ആ ഒരു പ്രായത്തിൽ 13-ാം വയസ്സിലാണ് അദ്ദേഹം
സ്പെയിനിലേക്ക് എത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തെ സ്പെയിൻ ടീമിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ പോലും ആ സമയത്ത് നടന്നിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ അച്ഛൻ നിർബന്ധം പിടിച്ചിട്ടാണ് അർജന്റീനയ്ക്ക് വേണ്ടി തന്നെ കളിച്ചത്. അപ്പോൾ സ്പെയിനിലെ 21 വർഷമാണ് അദ്ദേഹം ബാഴ്സക്കൊപ്പം നിന്നത്. അപ്പം ബാഴ്സയിലെയും അതുപോലെ തന്നെ സ്പെയിനിലെ കേളി ശൈലികളും കളിയുടെ രീതികളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നുള്ളതാണ് അർജന്റീനയ്ക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഇവിടെ ആ ഒരു ബഹുമാനം കഴിഞ്ഞ ഇംഗ്ലീഷ് താരങ്ങൾ നൽകിയതുപോലുള്ള ഒരു ഭയഭക്തി ബഹുമാനം അർജന്റീനക്കും മെസ്സിക്കും ടീമിനും സ്പെയിൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ തീർന്നു സ്പെയിൻ എന്ന് തന്നെ കരുതാം. ഇതിൽ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് എന്നുള്ളത് എക്സ്പീരിയൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഏത് മത്സരമാണെങ്കിലും എക്സ്പീരിയൻസ് വലിയ ഘടകമാണ്. അർജന്റീന കഴിഞ്ഞ ഒരു 5-8 കൊല്ലങ്ങളായിട്ട് ഏതാണ്ട് കഴിഞ്ഞ ലോകകപ്പിൽ നിന്നും നമ്മൾ അറിയാത്തൊരു ആൾ ഏഞ്ചൽ ഡി മരിയോ അല്ലെങ്കിൽ പോളോ ഡിബാലയോ അങ്ങനെയുള്ള 1-2 പേരൊക്കെയാണ് ഇതിനകത്ത് കളിക്കാതിരിക്കുന്നത്. ഡിബാല കഴിഞ്ഞാൽ അങ്ങനെ അധികം അവസരം ലഭിച്ചിട്ടില്ല. ഏഞ്ചൽ ഡി മരിയോ അവരുടെ ഒരു കുന്തമുനയായി നിന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ്. മെസ്സിക്കും ടീമിനും തീർച്ചയായിട്ടും ഇതുപോലുള്ള എത്രയോ സിറ്റുവേഷൻസ് അവർ അതിജീവിച്ചിട്ടാണ് ഈ ലോകകപ്പിലും വരുന്നത്. അത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും മറ്റുമൊക്കെ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ സ്പെയിൻ്റെ എക്സ്പീരിയൻസിനെ മറികടക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് മെസ്സിക്ക് മാത്രമുണ്ട്, ആ ടീമിലെ എല്ലാവർക്കും ഉണ്ട്. അപ്പം ആ ഒരു ലൈനിൽ നോക്കുമ്പം ഫസ്റ്റ് ഗോൾ അടിക്കുകയാണെങ്കിൽ ആ ഗോളിൽ പിന്നെ അതായത് ഒരു ഘട്ടത്തിൽ പോലും ആ ഫസ്റ്റ് തന്നെ സ്പെയിൻ ഗോൾ അടിക്കണം. അതിനുശേഷം പിന്നെ കൃത്യമായിട്ടും ഇംഗ്ലണ്ട് പിൻവലിഞ്ഞതുപോലെ പിൻവലിയാതെ കളിക്കുകയാണെങ്കിൽ സ്പെയിൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെയും മറികടക്കാൻ മെസ്സിക്കും ടീമിനും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, നമുക്ക് അതിൽ തന്നെ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വേഴ്സബാലിനെ പറയാൻ വിട്ടതല്ല, അതിലേക്ക് വരികയായിരുന്നു. കാരണം സ്പെയിനിന്റെ ഓരോ പ്ലേയേഴ്സിനും വെച്ച് നോക്കണം. സ്പെയിനിൽ അതായത് മാച്ച് തുടങ്ങിയതിന് ശേഷം തുടക്കത്തിൽ വലിയ പ്രശംസ കിട്ടാതെ പിന്നീട് ഭയങ്കരമായ രീതിയിൽ പോയ ഒരു പ്ലെയർ ഫാബിയൻ റൂയിസ് ആണ്. ഇപ്പോൾ ഫാബിയൻ റൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡ്രി ആയിരുന്നു റോഡ്രിക്കൊപ്പം തുടക്കത്തിൽ വേൾഡ് കപ്പിന്റെ തുടക്കത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. ആ ഡിഫൻസീവ് മിഡ് റോള് പെഡ്രിക്കൊപ്പം ഗംഭീരമാക്കിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഫാബിയൻ റൂയിസിലേക്ക് ഏൽപ്പിക്കുന്നത്. അതായത് ഒരു ഒഫീഷ്യൽ ഡേർട്ടി ഡിഫൻസ് എന്ന് പറയും, അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഫാബിയൻ റൂയിസ്. അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് അതിലുണ്ട്. നമുക്ക് സ്റ്റാറ്റ് നോക്കുമ്പോൾ വലിയ രീതിയിൽ അത് കാണാൻ കഴിയില്ല, പക്ഷെ ആ മത്സരത്തിൽ ഫാബിയൻ റൂയിസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ വളരെ വലുതാണ്, പ്രത്യേകിച്ച് ഫ്രാൻസിനെതിരായ സെമിയിൽ പോലും. ഫാബിയൻ കാർഡ് നോക്കി മനസ്സിലാക്കാൻ കഴിയാത്ത നേട്ടങ്ങളുടെ ഉദാഹരണമാണ് റോഡ്രിയുടെ ബാലൻഡിയർ. റോഡ്രിയുടെ അതെ. ഇപ്പോൾ ഫാബിയൻ റൂയിസ് അവിടെ ചെയ്യുന്നു. ഒപ്പം തന്നെ നിക്കോ വില്യംസിന് ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ യൂറോ കപ്പ് സ്പെയിൻ എടുത്തു കൊടുത്തത് നിക്കോ വില്യംസ് ലമീൻ യമാൽ ജോഡി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ അതിൽ നിക്കോ ഇല്ല എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുന്നിരുന്നു. പക്ഷേ ഒരു പരിധിവരെ അലക്സ് ബയൻ അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡിഫൻസിനെ സഹായിക്കുന്നുണ്ട്, ഒപ്പം തന്നെ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. അതിപ്പുറത്ത് ഈ വിങ്ങിൽ നിന്ന് വരുന്ന കുക്കുറയുടെ ഒരു സഹായം അതിന് കൃത്യമായിട്ടുണ്ട്. കുക്കുറെ നന്നായിട്ട് ഓടി കളിച്ചെടുക്കുന്ന പ്ലെയറാണ്. ഒപ്പം തന്നെ നമ്മൾ അതുപോലെ പറയേണ്ട ഒരു പ്ലെയറാണ് പെഡ്രോ പോറോ ലമീൻ യമാലുമായിട്ട് ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ ബ്ലോക്ക് ചെയ്താലും പെഡ്രോ ആ വിങ്ങിലൂടെ കയറി പോകുന്നുണ്ട്. ഓൽമോയുമായിട്ട് അദ്ദേഹം നടത്തുന്ന 1-to-1 ഓൽമോയെ ഏതെങ്കിലും തരത്തിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പേസിലൂടെയാണ് കയറി പോകുന്നത്. പ്രത്യേകിച്ച് സെമിയില നിർണായകമായ ഒരു ഗോൾ വരുന്നത് പെഡ്രോ പോറയിൽ നിന്നാണ്. ഒരു ഓൽമോയുമായിട്ട് 1-to-1 കളിച്ചു പോവാണ്. യമാലിനെ അവിടെ പൊട്ടുന്നൊരു സാഹചര്യം വന്നപ്പോൾ യമാലിലേക്ക് പാസ് എത്തുമോ എന്ന് ഫ്രഞ്ച് ഡിഫൻഡേഴ്സ് സംശയിച്ചിരിക്കുന്ന സമയത്താണ് ഡിഗ്നിയൊക്കെ കാഴ്ചക്കാരനാക്കിയിട്ട് പെഡ്രോ പോറ പോയി നല്ലൊരു മനോഹരമായൊരു ഫിനിഷ് നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹം വിങ് ബാക്ക് പൊസിഷനിലും നല്ല രീതിയിൽ തന്നെ സ്റ്റേബിൾ ചെയ്തുകൊണ്ട് കളിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം പ്ലെയേഴ്സ് കൂടി സ്പെയിനിന്റെ വിജയത്തിൽ നിർണായകമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ബയനെ ആയാലും വരായാലും മാറ്റിയാലും മൈക്കിൾ മറീനെ പോലെ ഫെറാൻഡോറസിനെ പോലെയുള്ള നല്ല ഉഗ്രൻ സ്ട്രൈക്കേഴ്സ് അവർക്ക് പ്ലേയേഴ്സ് വരാനും ഉണ്ട് എന്നുള്ളതാണ്. പെഡ്രിയെ വരെ അവർ സബ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ എത്രത്തോളം അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇവിടെ വേറൊരു കാര്യം, യമാലിന് പരിക്കാണ് എന്നുള്ളൊരു വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇഞ്ചുറി പ്രശ്നമില്ല, അദ്ദേഹത്തിന് തുടക്കൊരു പ്രശ്നമുണ്ട്. അത് അദ്ദേഹം കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ടീമിന്റെ കൂടെ, അതായത് യമാലും പെഡ്രോ പോറയും ടീമിന്റെ കൂടെ അല്ല ട്രെയിൻ ചെയ്തിട്ടുള്ളത്, അവർ സെപ്പറേറ്റ് ട്രെയിനാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കളിക്കും. അതായത് ഫൈനലിന് മുമ്പ് വേറെ ഒരു ഇപ്പോൾ പരിശീലനത്തിനിടയിൽ ഇനി ഒരു വേറെ ഇഞ്ചുറി കൺസേൺ ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒരു മാറ്റി നിർത്തി, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്തി. നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ഫൈനൽ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വിവാദമായേക്കാം, എങ്കിൽ പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പ്രസക്തമാണെന്ന് തോന്നുന്നു. കാരണം ഈ ലോകകപ്പ് ഒരു പക്ഷേ ലയണൽ മെസ്സി വീണ്ടും ഉയർത്തുകയാണെങ്കിൽ അത് ഫുട്ബോളിൻ്റെ ചരിത്രത്തെ പാടെ മാറ്റിയെഴുതാൻ പോകുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെലെ, മറഡോണ, യോഹാൻ ക്രൈഫ്, ഫെറങ്ക് പുസ്കാസ്, ഡിസ്റ്റഫാനോ, അങ്ങനെ ഒരു നീണ്ട നിര നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതിഹാസ താരങ്ങളുടെ അടക്കം. പക്ഷേ ഈ ലോകകപ്പ് മെസ്സി ജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പേരുകൾക്കൊക്കെ മുകളിൽ ഫുട്ബോളിൽ ചാർത്തപ്പെടാൻ പോവുക, പ്രതിഷ്ഠിക്കപ്പെടാൻ പോവുക ലയണൽ മെസ്സി എന്ന പേരായിരിക്കും. അങ്ങനെ ഞാൻ കരുതുന്നുണ്ട്. യോജിക്കാൻ കഴിയുമോ MSKക്ക്, അതോ വിയോജിപ്പ് കാണും? അല്ല,
ഒരു പരിധിവരെ നിങ്ങൾക്ക് അങ്ങനെ കരുതുന്നില്ല യാതൊരു പ്രശ്നമില്ല. കാരണം മെസ്സി രണ്ടാമത്തെ ലോകകപ്പ് നേടുകയാണെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ ലോകകപ്പ് കൊണ്ട് മാത്രം ഒരാളുടെ പ്രതിഭയോ അല്ലെങ്കിൽ അയാളാണ് ഏറ്റവും മികച്ചത് അത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറയാൻ കഴിയില്ല. അപ്പം മേ ബി ഇപ്പം ആ ഒരു ഗണം എന്ന് പറയുമ്പോൾ പെലെ, മറഡോണ, ആ ഒരു ഗണത്തിൽ അത് പിന്നെ അതിന്റെ കൂടെ തന്നെ മെസ്സിയും കൂടി ഉണ്ട് എന്നുള്ളത്, മെസ്സിയുടെ ജനറേഷനിൽ നമുക്ക് ഈ കളി കാണാനും കളി ആസ്വദിക്കാനൊക്കെ സാധിക്കുന്നു എന്ന രീതിയിൽ നോക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഓരോ വർഷം കൂടുമ്പോഴും കളിക്കാരുടെ ലെവൽ ഇങ്ങനെ മാറുകയാണ്. അതായത് അവരുടെ അത്ലറ്റിസം മാറുകയാണ്, അവരുടെ പിന്നെ എങ്ങനെയാണ് അവരൊരു കളി സമീപിക്കുന്ന മെന്റാലിറ്റി മാറുകയാണ്, അവരുടെ പിന്നെ ശരീരം എങ്ങനെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നത് മാറുകയാണ്. ഇപ്പം 39-ാം വയസ്സിലും മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പ്രസന്റ് കാലത്ത് അതിനൊപ്പം മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരത്രയും രീതിയിൽ പിന്നെ ഓരോ മാച്ചിന് ഉതകുന്ന രീതിയിൽ തന്റെ ശരീരം കൂടി കാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പെലെ 28-ാം വയസ്സിൽ കളി നിർത്തി അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പം ആ കാലത്തുള്ള ബാർ അതായിരിക്കും. ഒരുപക്ഷെ ആ റെയിനിൽ എല്ലാവരും ഇത് നിൽക്കുന്ന സമയത്ത് ഓരോ കാലഘട്ടത്തിലും അന്താരാഷ്ട്ര മത്സരങ്ങളുടെയും ബാർ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ മെസ്സി അതിന്റെ ബാർ ഒരുപാട് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതിനപ്പുറം ഒരാൾക്ക് ചാടിക്കടക്കണമെങ്കിൽ, ഇനി ഫ്യൂച്ചറിൽ ഒരാൾക്ക് ചാടിക്കടക്കണമെങ്കിൽ, ഇപ്പോൾ യമീൻ യമാലിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ആ രീതിയിൽ നോക്കുന്ന സമയത്ത് മെസ്സി ഉയർത്തിയ ബാർ പിന്നെ പുതിയൊരു ബാറിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു ലോങ് ഹൈ ജമ്പ് ചാടുന്നത് പോലെയാണ്. അപ്പൊ അത്രയും മുകളിൽ മെസ്സി ചാടി കഴിഞ്ഞു. ഇനി അതിനപ്പുറം ഒരാൾക്ക് ചാടാൻ കഴിയുമോ എന്നുള്ളത് ഭാവിയിൽ നിർണ്ണയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. മേ ബി ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ ഒരു പരിധിവരെ യോജിക്കുന്നു. കാരണം മെസ്സി തുടർച്ചയായ രണ്ടാമത്തെ ലോകകപ്പും പിന്നെ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അത് പിന്നെ ഒരു ഗോട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടിയും അതെല്ലാത്ത പലരും പിന്നെ ആ ഒരു ലോകകപ്പ് മാത്രമല്ല അതിന്റെ ഒരു നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഗോട്ടെന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനും ഞാനില്ല. എങ്ങനെയാണ് തോന്നുന്നത്? അതായത് തുടർച്ചയായി 2 കിരീടങ്ങൾ നേടി ഇറ്റലിക്കും ബ്രസീലിനും ഒപ്പം എത്തിച്ചേരും അർജന്റീന. അങ്ങനെ ഒരു ലാൻഡ് മാർക്ക് കൂടി അവിടെയുണ്ട്. അപ്പോൾ മെസ്സിയുടെ പൊസിഷൻ എന്തായിരിക്കും, ദ റിയൽ ഗോട്ട്? ഇപ്പോൾ തന്നെ ഗോട്ട് ഡിസ്കഷന് ഏറെക്കുറെയൊക്കെ അപ്രസക്തമാക്കുന്ന രീതിയിലാണ് മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകകപ്പ് കൂടി ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോട്ട് ഡിസ്കഷൻ ഉണ്ടാവില്ല. ഗോട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ, അത് ലയണൽ ആന്ദ്രസ് മെസ്സി തന്നെ ആയിരിക്കും, ഒരു തർക്കവുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു, ലോകകപ്പ് മാത്രമല്ല ഒരു താരത്തിൻ്റെ ഗോട്ട് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ബെസ്റ്റിൻ്റെ പേരും ക്രൈഫിൻ്റെ പേരും നമ്മൾ പറയില്ലല്ലോ. പക്ഷേ മെസ്സി ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും ക്വാളിറ്റിയിൽ കളിച്ച പ്ലെയർ അല്ലേ? ഇപ്പോൾ ബാലൻഡിയോറിൻ്റെ കണക്കെടുത്ത് നോക്കൂ, ഫിഫ ദ ബെസ്റ്റിൻ്റെ കണക്കെടുത്ത് നോക്കൂ. അപ്പോൾ എല്ലാ ആസ്പെക്റ്റിലും ഗോളടി മാത്രമല്ല, അസിസ്റ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കൂ, ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ, മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ നോക്കൂ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മെസ്സി ഒരു ബാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബാർ ചാടിക്കിടക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ലമീൻ യമാലിനെ പോലെയുള്ള അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ ഇനിയും വന്നേക്കും. അപ്പോൾ ഭാവിയിൽ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മെസ്സിയുടെ ഒരു ലോങ്റ്റിവിറ്റി വേറെ ഏതെങ്കിലും താരങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അതായത് 39-ാം വയസ്സിലും ഇപ്പോൾ ഒരു 17, 18 പ്രൊഫഷണൽ ഫുട്ബോൾ തുടങ്ങിയ ഒരാൾ, പ്രൊഫഷണൽ ഫുട്ബോൾ ഇന്റർനാഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാൾ ഈ 39-ാം വയസ്സിലും ഇതേ ക്വാളിറ്റിയിൽ, അതായത് ക്വാളിറ്റിയിൽ ഒരു കടുകിട പോലും താഴോട്ട് പോവാതെ ആ ഒരു ഉരച്ച് മിനുസപ്പെടുത്തി ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ലെവലിൽ വേറെ ഏതെങ്കിലും പ്ലെയർ ഒരു 10-20 വർഷത്തോളം ഒരേ ക്വാളിറ്റിയിൽ കളിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അത് പെലയ്ക്ക് കഴിഞ്ഞിട്ടില്ല, മറഡോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അത് മെസ്സിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും താരങ്ങൾക്ക് അത് കഴിയുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. അത് കഴിയാത്രത്തോളം ഇനിയിപ്പോൾ കഴിഞ്ഞാൽ തന്നെ ഈ വിധം നേട്ടങ്ങളും കൂടി വരണമല്ലോ. അതായത് 39-ാം വയസ്സിൽ, 40-ാം വയസ്സിൽ, 41-ാം വയസ്സിൽ കളിച്ചുകൊണ്ടായില്ലല്ലോ. ഇതേ ക്വാളിറ്റിയിൽ ഇതേ നേട്ടങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ, ടീമിനാണെങ്കിലും ഇൻഡിവിജ്വലാണെങ്കിലും. അത് വേറൊരു താരത്തിന് സാധിക്കും തോന്നുന്നില്ല. ഈ ലോകകപ്പ് ഉയർത്തിയില്ലെങ്കിലും മെസ്സിയാണ് ബെസ്റ്റ്. ലോകകപ്പ് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗോഡ് ഡിസ്കഷൻ അവിടെ അങ്ങ് അവസാനിപ്പിക്കാം നമുക്ക്. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യും. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ നേട്ടങ്ങളും പിന്നെ കൂടുതൽ ഇൻഡിവിജ്വൽ നേട്ടങ്ങൾ കൈവരിച്ച താരങ്ങൾ വേറെയുണ്ട്. ഇപ്പം ശേഷി 41 എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും അല്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനോയെ കുത്തി പറഞ്ഞാണ്? ഒരിക്കലും അല്ല. അദ്ദേഹത്തിന്റെ കളികൾ നമ്മൾ എത്രയോ കണ്ടു ആസ്വദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗോളുകൾ ഇപ്പോഴും നമുക്ക് ഈ വേൾഡ് കപ്പിൽ തന്നെ ബോൾ കിട്ടാതെ നമ്മൾ ഒരുമിച്ചല്ലേ കാണുന്നത്. നമുക്കുള്ളിലൊരു വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ ബോൾ കിട്ടിയത്, അദ്ദേഹം 2 ഗോളൊക്കെ അടിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം നമുക്കും ഉണ്ട്. എല്ലാവരും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്നു. ഗോട്ട് ഡിസ്കഷനിൽ
വേറെ ആളുണ്ടാവില്ല എന്ന് ഞാൻ പക്ഷെ പറയുന്നത്. സ്പോർട്സിനെ അത് ആ ബാറിനെ അങ്ങനെ കണക്ട് ചെയ്യാം. ആൾക്കാര് അതായത് ഇവര് പെലെയും മറഡോണയും എല്ലാവരും സെറ്റ് ചെയ്ത ഒരു ബാർ എന്ന് പറയുന്നത് ഹൈ ജമ്പിൻ്റെതാണെങ്കിൽ മെസ്സിയുടെ ബാർ എന്ന് പറയുന്നത് ഞാൻ പറയും അദ്ദേഹം പോൾ വോൾട്ടിലെ വോൾട്ടിലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ചാടി മറികടക്കുക എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി തന്നെയായിരിക്കും. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഓരോ തവണയും നമ്മൾ പ്രവചനത്തിലേക്ക് കടന്നിരുന്നു. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്രവചനത്തിലേക്ക് മുതിരുന്നില്ല. ഈ ഫൈനലിൽ നമ്മൾ അതിൻ്റെതായ വഴിയിൽ വിടുകയാണ്. വിത്ത് യുവർ പെർമിഷൻ ഞാൻ അധികാരം എടുക്കുകയാണ്. അതായത് ഈ മത്സരം അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒന്നല്ല, മറിച്ച് ഏറ്റവും ആവശ്യകരമായ ഒരു മത്സരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രി പുതിയൊരു ലോക ചാമ്പ്യനെ ലോകത്തിന് ഫുട്ബോളിന് ലഭിക്കും. അത് മെസ്സിയുടെ അർജന്റീനയാണോ യമാലിൻ്റെ സ്പെയിനാണോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ആവേശത്തിൽ തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ആ ഫലത്തെ സ്വീകരിക്കുകയും ചെയ്യാം എന്ന് മാത്രമാണ് പറയാനുള്ളത്.